തിരുവനന്തപുരത്തെ വാഹന അപകടത്തിൽ നടൻ മണിയൻപിള്ള രാജുവിന് ക്ലീൻ ചിറ്റ്. മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന കുറ്റം പോലീസ് ഒഴിവാക്കിയിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഈ കുറ്റം ഒഴിവാക്കിയത്. വിവരങ്ങളുമായി നമുക്കൊപ്പം സനിസ ചേരുന്നുണ്ട്. സനിസ, അപ്പം അങ്ങനെ മണിയൻപിള്ള രാജുവിന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നു. വിവരങ്ങൾ എങ്ങനെ? സേതു, കഴിഞ്ഞ ഫെബ്രുവരി 5-നാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. മണിയൻപിള്ള രാജു ട്രിവാൻഡ്രം ക്ലബിൽ നിന്നും രാത്രി വാഹനം ഓടിച്ച് ഇൻഡിക്കേറ്റർ ഇട്ട് റോഡിലേക്ക് കടക്കുമ്പോൾ ഒരു ബൈക്ക് വന്ന് ഇടിക്കുന്നതായിട്ടാണ് CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. വേഗതയോടെ ആയിരുന്നില്ല അദ്ദേഹം വാഹനം ഓടിച്ചിരുന്നത്. എന്നാൽ ഈ അപകടത്തിൽപ്പെട്ട 2 യുവാക്കളും തങ്ങളെ വാഹനം ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു എന്ന ആരോപണം ഉന്നയിക്കുകയായിരുന്നു. ഇതോടുകൂടി തന്നെ മണിയൻപിള്ള രാജുവിനായി അന്ന് രാത്രി തന്നെ പോലീസ് അദ്ദേഹത്തെ തിരയാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. എന്നാൽ അന്ന് രാത്രി തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് പോലീസിന്റെ പക്കലുള്ള വലിയ വീഴ്ചയാണെന്ന തരത്തിൽ അതൊക്കെ വിവാദമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ 10 മണിക്കൂറിന് ശേഷമാണ് ഈ അപകടം നടന്ന് 10 മണിക്കൂറിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ വൈദ്യ പരിശോധന അടക്കം നടന്നത്. ഇതൊക്കെ വിവാദമായ സംഭവങ്ങളാണ്. കൂടാതെ തന്നെ 10 മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് തന്നെ മെഡിക്കൽ അനാലിസിസ് ആണ് അദ്ദേഹത്തിന് നടത്തിയത്. അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് ലഭിക്കുകയാണ്. അദ്ദേഹം ആ അപകട സമയത്ത് മദ്യപിച്ചിരുന്നില്ല എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ആരോഗ്യ അധികൃതർ പോലീസിന് കൈമാറിയിട്ടുള്ളത്. അത്തരത്തിൽ അദ്ദേഹം മദ്യപിച്ചില്ല. ശരി, അപ്പം വലിയ വിവാദമായിരുന്ന വിഷയമായിരുന്നു മണിയൻപിള്ള രാജുവിന്റെ വാഹനം ഈ ശ്രീമൂലം ക്ലബ്ബിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മറ്റൊരു ബൈക്കിൽ ഇടിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ക്ലബ്ബിൽ നിന്ന് ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ മദ്യപിച്ചിരുന്നു എന്ന് തുടങ്ങിയുള്ള സംശയങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇപ്പോൾ ആ സംശയങ്ങളൊക്കെയും മാറിയിരിക്കുന്നു.